നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ LG ഇലക്ട്രോണിക്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ കമ്പനി എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രൊഡക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കും. അതിനുശേഷം ഈ ഒരു കറക്ഷന് കാരണം ഒരു ടെമ്പററി കറക്ഷൻ, അതായത് ഈ ഒരു 1700 എന്നുള്ള ആ ഒരു റീജിയനിലാണ് ഇതിന്റെ IPO സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ 2025 ഒക്ടോബറിൽ. അതിനുശേഷം താഴോട്ട് വന്ന് 1447 ഇപ്പോൾ നിൽക്കുന്നത്. അപ്രോക്സിമേറ്റ് ഒരു 14-15% ഡിപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതെന്താണ് ആ ഒരു ഡിപ്പിന് കാരണങ്ങൾ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കും. അതിനുശേഷം ഈ ഒരു കമ്പനി എത്രമാത്രം ഫണ്ടമെന്റലി സ്ട്രോങ് ആണ് എന്ന് നമ്മളൊന്ന് നോക്കും ഡേറ്റ ഉപയോഗിച്ച്. അതിനുശേഷം ഫ്യൂച്ചറിൽ എന്തൊക്കെ പ്ലാൻസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് നമ്മൾ നോക്കും. നമ്മൾ ആദ്യം തന്നെ LG ഇലക്ട്രോണിക്സ് ഇന്ത്യ നമുക്ക് എല്ലാം പരിചിതമായിട്ടുള്ള ഒരു കമ്പനിയാണ്. നമ്മുടെ വീട്ടിൽ ഒരുപാട് ഐറ്റങ്ങൾ നമ്മൾ ഒരുപക്ഷെ വാങ്ങിയിട്ടുണ്ടാകാം. TV ആയിട്ടും അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ ആയിട്ടും അല്ലെങ്കിൽ എയർ കണ്ടീഷണർ ആയിട്ടും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതും പരിചിതമായിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ്. അപ്പം ഈ ഒരു കമ്പനി, അതിന്റെ പേരന്റ് കമ്പനി ഏതാണ്? LG ഇലക്ട്രോണിക്സ്. അത് സൗത്ത് കൊറിയൻ കമ്പനി ആയിരുന്നു. അതുപോലെ തന്നെ ഇത് ഇന്ത്യയിൽ എൻട്രി വന്നത് എപ്പോഴാണ്? ജനുവരി 1997 വന്നത്. അപ്രോക്സിമേറ്റ് ഒരു 30 വർഷം ആയിട്ടുണ്ട് ഇത് ഇന്ത്യയിലത്തെ ഒരു എൻട്രി വന്നിട്ട്. അതുപോലെ തന്നെ ഹെഡ്ക്വാർട്ടർ നോയിഡ, ഉത്തർപ്രദേശിലാണ് ഈ ഒരു കമ്പനിയുടെ ഹെഡ്ക്വാർട്ടർ. LG ഒരു മാർക്കറ്റ് ലീഡർ ആണെന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ടോപ്പ് കണ്ടെയ്നർ ഇൻ കാറ്റഗറീസ് ലൈക്ക് വാഷിംഗ് മെഷീൻ, അതുപോലെ തന്നെ റെഫ്രിജറേറ്റർ, TV, ഈ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതലും മേജർ ടോപ്പ് കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ ഹ്യൂജ് വോളിയത്തിൽ വിറ്റഴിക്കുന്ന ഒരു കമ്പനിയാണ് LG എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് കാണുന്നത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡായിട്ട് നമുക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡുകളിൽ ഒന്നായിട്ട് നമുക്ക് ഈ ഒരു LGനെ കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ്, ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അപ്പം നിങ്ങൾ നിങ്ങളുടേതായ ഡിസിഷൻസ് എടുത്ത് മാത്രം സ്റ്റോക്കിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ മാനുഫാക്ചറിങ് ആൻഡ് മേക്ക് ഇൻ ഇന്ത്യ. അപ്പോൾ നമുക്ക് മാനുഫാക്ചറിംഗിൽ വരുന്ന സമയത്ത് നോയിഡയിൽ നമ്മൾ പറഞ്ഞ ഒരു പ്ലാന്റ് ഉണ്ടെന്ന്. ആ ഒരു പ്ലാന്റ് 1998 എസ്റ്റാബ്ലിഷ് ചെയ്തത്. അവിടെ എന്തൊക്കെയാണ്? റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, എയർ കണ്ടീഷണർ, അതുപോലെ തന്നെ മൈക്രോവേവ് ഓവൻസ്, അതുപോലെ തന്നെ മോണിറ്റേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു പ്ലാന്റിൽ അവർ മാനുഫാക്ചർ ചെയ്യുന്നത്. നമ്മൾ പൂനെ പ്ലാന്റ് മഹാരാഷ്ട്രയിൽ വരുന്ന സമയത്ത് നമുക്ക് LED TV, എയർ കണ്ടീഷണർ, അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ആൻഡ് റെഫ്രിജറേറ്റർ, ഇതാണ് ഇവർ ഇപ്പം നിലവിൽ ഈ 2 പ്ലാന്റ്സിലാണ് ഈ ഒരു പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പുതിയൊരു ന്യൂ ഇൻവെസ്റ്റ്മെന്റ്, LGയുടെ ഒരു പുതിയൊരു മുമ്പോട്ടുള്ള ഒരു നീക്കമാണ് ആന്ധ്രാപ്രദേശിൽ ശ്രീ സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മേജർ മാനുഫാക്ചറിങ് ഫെസിലിറ്റി അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഓപ്പറേഷണൽ 2026 ആകുമ്പോഴത്തേനും, 2026 ലാസ്റ്റ് ആകുമ്പോഴത്തേനും അത് ഓപ്പറേഷണലായി സ്റ്റാർട്ട് ചെയ്യും എന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ ആൻഡ് കംപ്രസർ, ഇത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മാനുഫാക്ചറിങ് ഫെസിലിറ്റിയാണ് ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഗവൺമെന്റ് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും കാണും. പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ. അപ്പോൾ നമുക്കറിയാം പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോയിൽ വരുമ്പോഴത്തേനും ഇവരുടെ ഹോം അപ്ലയൻസ് ഉണ്ട്, അതിൻ്റെ അകത്ത് റെഫ്രിജറേറ്റർ ഉണ്ട്. അത് പല മോഡലുണ്ട്. സ്ലൈഡ് ബൈ സ്ലൈഡ് ഉണ്ട്, ഇൻസ്റ്റാ വ്യൂ ഉണ്ട്, ഡബിൾ ഡോർ ഉണ്ട്, സിംഗിൾ ഡോർ ഉണ്ട്. അത് പല കാറ്റഗറിയിലുള്ള റെഫ്രിജറേറ്റേഴ്സ് ഉണ്ട്. വാഷിംഗ് മെഷീൻസ് ഉണ്ട്, ഫ്രണ്ട് ലോഡ്, ടോപ്പ് ലോഡ് ആൻഡ് വാഷിംഗ് ടവർ, പുതിയ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ എയർ കണ്ടീഷണേഴ്സ് ഉണ്ട്, സ്പ്ലിറ്റ് വിൻഡോ AC, ഡ്യുവൽ ഇൻവെർട്ടർ ടെക്നോളജി. കിച്ചണിൽ മൈക്രോ വേവ്സ് ഉണ്ട്, വാട്ടർ പ്യൂരിഫയേഴ്സ് ഉണ്ട്. ഹോം എന്റർടൈൻമെന്റിലേക്ക് വരുന്ന സമയത്ത് ടെലിവിഷൻ, OLED TV ഉണ്ട്, QNED TV ഉണ്ട്, നാനോ സെൽ 4K അൾട്രാ HD സ്മാർട്ട് TVs, ഓഡിയോ സൗണ്ട് ബാർസ്, ബൂം പാർട്ടി സ്പീക്കേഴ്സ്, ട്യൂൺ ഫ്രീ വയർലെസ് ഇയർബഡ്സ്. അപ്പം എല്ലാ ഫീൽഡിലും ഇവർ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിന്റെ പല വെറൈറ്റി ഐറ്റംസ്, പല ഫ്യൂച്ചേഴ്സോട് കൂടി അവർ ഇറക്കിയിട്ടുണ്ട്. ലാപ്ടോപ്സ് ഉണ്ട്, മോണിറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ കൊമേഴ്സ്യൽ ഡിസ്പ്ലേ സൊല്യൂഷൻസ്, ഡിജിറ്റൽ സിഗ്നെ ആൻഡ് ഹോട്ടൽ TVs, ഹോട്ടലിലുള്ള TVs, വലിയ ഡിജിറ്റൽ ഡിസ്പ്ലേ സൊല്യൂഷൻസ് ഉണ്ട്. മെഡിക്കൽ മോണിറ്റേഴ്സ്, HVAC സൊല്യൂഷൻസ് ഉണ്ട്. ബട്ട് ഒരു കാര്യം ഓർത്തിരിക്കുക, LG മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗിൽ നിന്ന് 2021 ആയി കഴിഞ്ഞപ്പോഴത്തേനും അവർ എക്സിറ്റ് ആയിരുന്നു. ഇപ്പൊ നിലവിൽ മൊബൈൽ ഫോൺസ് അവർ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ പ്രോഫിറ്റ് ബുക്കിംഗ് ആഫ്റ്റർ അപ്പം ഒരു കാര്യം ഓർത്തിരിക്കുക, എന്താണ് ടെമ്പററി കറക്ഷനിലുള്ള റീസൺസ്, അതാണ് ഇനി നമ്മൾ മുമ്പോട്ട് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം LGയുടെ IPO എന്നാണ് വന്നത് ഒക്ടോബർ 2025. അപ്പോൾ അത് ഇറങ്ങിയ സമയത്ത് തന്നെ നല്ല മാസീവായിട്ടൊരു സക്സസ് തന്നെയാണ് വന്നത്. കാരണം അവർ 50% പ്രീമിയത്തിൽ തന്നെ അവർക്ക് ലിസ്റ്റ് ചെയ്യാൻ സാധിച്ചു. അവർ 1710 എന്നുള്ള ലിസ്റ്റിംഗ് പ്രൈസിലേക്കാണ് അവർ ലിസ്റ്റ് ചെയ്തത്. ഇഷ്യൂ പ്രൈസ് എത്രയായിരുന്നു? 1140. അപ്പം അവർ ഇഷ്യൂ ചെയ്തതിനേക്കാളും വളരെ പ്രീമിയത്തിൽ തന്നെ അവർക്ക് ലിസ്റ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ തന്നെ ഒരുപാട് എമൗണ്ട് അവർക്ക് ഈ IPO വഴി റേസ് ചെയ്യാൻ സാധിച്ചു. അപ്പം അങ്ങനെ
വരുന്ന സമയത്ത് ഒരു ഷാർപ്പ് ജമ്പ് ഒരു ഷോർട്ട് ടൈമിൽ ഉണ്ടാകുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ് ചെയ്യുന്നത്? അവർ പതിയെ പതിയെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നു. അതിനുശേഷം കറന്റ് പ്രൈസ് നോർമൽ പ്രൈസിലേക്ക് വരുന്നിടം വരെ അത് പ്രൈസ് താഴോട്ട് വരും. കാരണം അവർ പതുക്കെ പതുക്കെ ബുക്ക് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു IPO ഹൈപ്പ് മാറി നോർമൽ പ്രൈസിലേക്ക് വരുന്നിടം വരെ. അപ്പൊ നമുക്ക് പിന്നെ രണ്ടാമതുള്ള ഒരു മേജർ റീസൺ ആണ് സീസണൽ സോഫ്റ്റ്നസ്, Q3 Q4 ഇമ്പാക്ട്. അതായത് നമുക്കറിയാം കൺസ്യൂമർ ഡ്യൂറബിൾ ഐറ്റം ആണ്. അപ്പോൾ വിന്റർ സീസണിൽ അവരുടെ സെയിൽസ് ഇച്ചിരി കുറവായി. ഏതൊക്കെ പ്രൊഡക്റ്റിന്? നമുക്കറിയാം തണുപ്പ് കൂടുന്ന സമയത്ത് എയർ കണ്ടീഷണറും റെഫ്രിജറേറ്ററും ഓട്ടോമാറ്റിക് ആയിട്ട് കുറച്ച് സെല്ലിങ് കുറവ് വന്നു. അപ്പോൾ അതനുസരിച്ച് അത് ഇമ്പാക്ട് ചെയ്തു നമ്മുടെ Q3 ഏണിങ്സിന്, ക്വാർട്ടർലി ഏണിങ്സിനെ ഇമ്പാക്ട് ചെയ്തു. അത് കഴിഞ്ഞ Q2 ഏണിങ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് Q3 റിസൾട്ടിൻ്റെ അകത്ത് ആ ഒരു കുറവ് വന്നു. അപ്പോൾ അതൊക്കെ ഒരു കാരണമായി. രണ്ടാമത് അത് സീസണലി സെല്ലിങ് കുറഞ്ഞു, എയർ കണ്ടീഷണർ റെഫ്രിജറേറ്ററും ഒക്കെ. അപ്പം അത് സീസണലായിട്ട് വർക്ക് ചെയ്യുന്നതാണ് എല്ലാ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമുക്ക് വാലുവേഷൻ കൺസേൺ, നമുക്കറിയാം ആദ്യമേ ഇത് ഇറങ്ങിയ സമയത്ത് 1700+ എന്ന് പറയുന്നത് കുറച്ച് വലിയ പി റേഷ്യോ ഉള്ള സമയമായിരുന്നു. അപ്പം അത് ബാക്കിയുള്ള വോൾട്ടാസ്, ബ്ലൂ സ്റ്റാർ പോലെ ഇതിന്റെ പിയർ കമ്പനികളെ നോക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് LGയുടെ പി റേഷ്യോ കൂടുതലായിരുന്നു. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണ്? അപ്രോക്സിമേറ്റ് ഒരു 1400 എന്നുള്ള റീജിയൻ, 1400 450 എന്നുള്ള റീജിയനിലാണ്. അപ്പം പ്രൈസ് ഒന്ന് റിയലിസ്റ്റിക് വാലുവേഷനിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു കറക്ഷനും ആകാം. അതുപോലെ തന്നെ ഗ്ലോബൽ പേരന്റ് പ്രഷർ, അതായത് നമുക്കറിയാം ഇതൊരു കൊറിയൻ കമ്പനിയാണെന്ന്. അപ്പം ഇന്ത്യയിൽ ഇത് നല്ല രീതിയിൽ ഈ യൂണിറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ബട്ട് നെഗറ്റീവ് സെന്റിമെന്റ്സ് അറൌണ്ട് ദ പേരന്റ് കമ്പനികളുടെ നെഗറ്റീവ് സെന്റിമെന്റ്സ് വരുന്നുണ്ട്. അതും ഒരു റീസൺ ആണ്. അപ്പൊ ഇത് ഈ നെഗറ്റീവ് സെന്റിമെന്റ് വരാൻ കാരണം എന്താണ്? ഇവര് LG ഇലക്ട്രോണിക്സിന്റെ പേരന്റ് കമ്പനീസ് ഒരു പ്രോഫിറ്റ് മാർജിനിൽ കുറവ് 2025 ആയി കഴിഞ്ഞാൽ പ്രോഫിറ്റ് മാർജിനിൽ കുറവ് അവര് ഉണ്ടാകുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തു. അപ്പം അത് TV ആൻഡ് ഡിസ്പ്ലേ സെഗ്മെന്റ്സ് ഗ്ലോബലി, അതായത് അവർക്ക് എക്സ്പെൻസ് കൂടി പക്ഷേ പ്രോഫിറ്റ് കുറഞ്ഞു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സെല്ലിംഗ് നടക്കുന്നുണ്ട്, പക്ഷേ പ്രോഫിറ്റ് കുറഞ്ഞു TV ആൻഡ് ഡിസ്പ്ലേ സെഗ്മെന്റിൽ. ഓവറോൾ ഒരു നെറ്റ് പ്രോഫിറ്റ് കുറയുന്ന ഒരു സിറ്റുവേഷൻ, അതിന്റെ ഒരു പ്രഷർ വന്നിട്ടുണ്ട്. അത് ഗ്ലോബലി വന്നതാണ്. പക്ഷേ ഇന്ത്യൻ കമ്പനീസ് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെമ്പററി റീസൺസും കമ്പനിയുടെ കുറേ ഡേറ്റാസും നമ്മൾ ചെക്ക് ചെയ്ത്. ഇനി നമുക്ക് കമ്പനിയുടെ ഫണ്ടമെന്റൽസ് എത്രമാത്രം സ്ട്രോങ് ആണ് എന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ ടിക്കർ ടേപ്പ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഞാൻ LG ഇന്ത്യയുടെ ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 ഡേയിൽ നമുക്ക് ചെറിയ രീതിയിൽ പ്രൈസ് മുകളിലേക്ക് പോയി 1.71% മുകളിലാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിൽക്കുന്നത്. നമുക്ക് 1 ഇയർ ചാർട്ട് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഇത് ലിസ്റ്റ് ചെയ്ത സമയത്ത് ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പതുക്കെ താഴോട്ടാണ് പോകുന്നത്. ഇപ്പോൾ നിൽക്കുന്നത് 1436, ഹൈ എത്ര ക്രിയേറ്റ് ചെയ്ത് 1749. ഓക്കെ, ഒരു ഡിപ്പിലാണ് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു ലിസ്റ്റ് ചെയ്ത സ്ഥലത്തിൽ നിന്ന്. നമുക്ക് താഴോട്ട് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാം ഹോം ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ മിഡ് ക്യാപ് കാറ്റഗറിയിലാണ് വരുന്നത്. 95,896 കോടി രൂപയാണ് ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പിൽ വരുന്നത്. അപ്പോൾ ചെറിയ കമ്പനി ഒന്നുമല്ല, വളരെ വലിയ കമ്പനിയാണ്. 108ാമത്തെ റാങ്കിൽ തന്നെയുണ്ട്. റിസ്ക് പൊതുവെ കുറവാണ്, കാരണം ഒത്തിരി വോളറ്റൈലല്ല സ്റ്റോക്ക്. നിഫ്റ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് 1.77 ആണ് വോളറ്റിലിറ്റി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കീ മെട്രിക്സിലേക്ക് വരുന്ന സമയത്ത് സെക്ടർ പിന്നേക്കാളും കുറച്ച് പി റേഷ്യോ കൂടുതലാണ്, എങ്കിലും അപ്രോക്സിമേറ്റ് ആ ഒരു സെക്ടറിന്റെ PU ആയിട്ട് ചേരുന്നുണ്ട് വാല്യൂ. PB റേഷ്യോ കൂടുതലാണ് കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഡിവിഡൻറ്റും കാര്യങ്ങളൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല, കമ്പനി കൊടുക്കുന്നില്ല. സെക്ടർ ഡിവിഡൻറ്റ് എത്രയാണ്? 0.70 ആണ്. നമുക്ക് ഇവരുടെ ടിക്കർ ടേപ്പിന്റെ ഒരു അനലിസ്റ്റിന്റെ ഒരു റെക്കമെൻഡേഷൻ അവർ പറയുന്നത് 100% ബൈയിങ് ആണ്. 18 അനലിസ്റ്റ് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പം താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ പ്രൈസ് ഫോർകാസ്റ്റ്, ഇവർ തന്നിരിക്കുന്ന പ്രൈസ് ഫോർകാസ്റ്റ്, പ്രൈസ് ഇപ്പം നിൽക്കുന്ന ലെവലിൽ നിന്ന് ഏതായാലും മുകളിലേക്ക് പോകും. ഒരു ആവറേജ് ഒരു 30% ഒരു ഗ്രോത്ത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. മുകളിലേക്കാണെങ്കിൽ 50%, അല്ലെങ്കിൽ താഴോട്ടാണെങ്കിൽ ഒരു 60% മിനിമം ഉണ്ടാകും എന്നാണ് കാണിക്കുന്നത്. പ്രൈസ് ഇനി മുകളിലേക്ക് പോകാനാണ് ചാൻസ് 1 ഇയറിനുള്ളിൽ എന്നാണ് കാണിക്കുന്നത്. അത് നല്ലൊരു പ്രൈസ് ഫോർകാസ്റ്റ് ആണ് ഇതിനെ സംബന്ധിച്ച് തന്നിരിക്കുന്നത്. റവന്യൂ ഫോർകാസ്റ്റ് തരുന്ന സമയത്ത് ഈ വർഷത്തെ റവന്യൂ മാർച്ച് ആകുമ്പോഴത്തേനും 2026 മാർച്ച് ക്ലോസിംഗ് ആകുമ്പോഴത്തേനും ഒരു ഫ്ലാറ്റ് ആയിട്ട് നിൽക്കാനാണ് ചാൻസ്. ഒത്തിരി കൂടുതലോ അല്ലെങ്കിൽ ഒത്തിരി കുറവൊന്നുമല്ല, ചെറിയ രീതിയിലൊരു റവന്യൂ കൂടി നിൽക്കുന്ന രീതിയിലാണ് വരാൻ ചാൻസ്. ബാക്കിയുള്ള വർഷങ്ങൾ നോക്കുവാണെങ്കിൽ കണ്ടോ 11%, 18%, 7%, 14% ഇങ്ങനെ റവന്യൂ ഗ്രോത്ത് ഉണ്ടായിരുന്ന ഓരോ വർഷങ്ങളിലും അത്രയും ഉണ്ടായിരുന്നു. ഈ വർഷത്തിലേക്ക് വരുമ്പോഴത്തേനും നമുക്കൊരു ആവറേജ് കഴിഞ്ഞ വർഷത്തെ നോക്കുമ്പോൾ ഒരു ആവറേജ് ഒരു ഫ്ലാറ്റ് ആയിട്ടാണ് കാണുന്നത്. ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് ഏണിങ്സ് പെർ ഷെയർ, അതിൻ്റെ അകത്തുള്ള ഗ്രോത്ത് എങ്ങനെയാണ്? ഓരോ വർഷവും ഇത് കണ്ടോ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടായിരുന്നു. 12%, ഈ വർഷം 45%. 2024 2025 വളരെ വലിയൊരു ഏണിങ്സ് പെർ ഷെയർ ഗ്രോത്ത്, നെറ്റ് പ്രോഫിറ്റ് ആണ് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു
2026 വരുമ്പോഴത്തേനും അവിടെ ഇച്ചിരി കുറവാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു ആവറേജ് ഒരു 5-6% കുറവാണ് താഴോട്ട് വരാൻ ചാൻസ്, നെറ്റ് ഇൻകത്തിന്റെ അകത്ത് ഇച്ചിരി കുറവ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പം ഈ ഏർണിങ്സ് പെർ ഷെയറും അതനുസരിച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ താഴോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻകം സ്റ്റേറ്റ്മെന്റ് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. അത് വാല്യൂസിൽ ടോട്ടൽ റവന്യൂ 20,108, 21,557, 24,630 ഇവിടെ കൃത്യമായിട്ട് കൂടുന്നുണ്ടായിരുന്നു. ഇവിടെ ഏകദേശം ഫ്ലാറ്റ് ആയി മാറുന്നു. ഇത് ട്രെയിലിംഗ് 12 മന്ത് ആണ്. ഫിനാൻഷ്യൽ ഇയർ വരുന്ന സമയത്ത് അപ്രോക്സിമേറ്റ് ക്ലിയർ ആയിട്ട് ഫ്ലാറ്റ് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ കൂടുതൽ വരാനാണ് ചാൻസ്. നെറ്റ് ഇൻകത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഓരോ വർഷം കഴിയുമ്പോൾ കൂടുന്നുണ്ടായിരുന്നു. ഇവിടെ 1,511 നിന്ന് 2,203 കോടിയിലേക്ക് വന്നു. ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു കുറവ്, ട്രെയിലിംഗ് 12 മന്തിലും ഇച്ചിരി കുറവ് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. 2,118 നിൽക്കുന്നത്. അപ്പോൾ ഏർണിങ്സ് പെർ ഷെയറും അതനുസരിച്ച് കുറയും. ഇവിടെ 22, 32, ഇവിടെ 31.20 കുറവ് കാണുന്നുണ്ട്. നമ്മൾ താഴോട്ട് വരുന്ന സമയത്ത് നമ്മൾ അതിന്റെ പിയർ കമ്പനീസ് ഇതുണ്ട്. LGയുടെ കൂട്ടത്തിലുള്ള പിയർ കമ്പനീസ് ആണ് ഡിക്സോൺ ടെക്നോളജീസ്, വോൾട്ടാസ് ലിമിറ്റഡ്, ബ്ലൂ സ്റ്റാർ. ഇവിടെ പി റേഷ്യോ നോക്കുന്ന സമയത്ത് ഇപ്പൊ നിലവിൽ LG ഇന്ത്യ ബാക്കിയുള്ള പിയറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പി റേഷ്യോ ഇച്ചിരി കുറഞ്ഞ് തന്നെയാണ് നിൽക്കുന്നത്. ബട്ട് പി ബി റേഷ്യോ ഇവിടെ നമുക്ക് വോൾട്ടാസിനൊക്കെ പി ബി റേഷ്യോ കുറവാണ്, ബ്ലൂ സ്റ്റാറിനും കുറവാണ്. അപ്പൊ അതിലും കൂടുതൽ പി ബി റേഷ്യോയിലാണ് ഇത് നിൽക്കുന്നത്. അപ്പം താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് പ്രൊമോട്ടർ ഹോൾഡിംഗ് സ്ട്രോങ് ആണ്, അവർ പ്ലഡ്ജ് ഒന്നും ചെയ്തിട്ടില്ല. അത് വളരെ ഒരു വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്രോക്സിമേറ്റ് ഒരു ആവറേജ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതായത് ഉള്ള ഹോൾഡിംഗ്സ് അതുപോലെ തന്നെ പിടിച്ചെടുത്തേക്കുന്നു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെറിയ രീതിയിൽ ഡിസംബറിൽ വന്നപ്പോഴത്തേന് പതുക്കെ ഒന്ന് കൂട്ടിയിട്ടുണ്ട്. ഒത്തിരി വലിയ കൂട്ടലല്ല, ചെറിയ രീതിയിൽ ഒന്ന് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ട് നല്ല രീതിയിൽ ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്റ്റോക്കിനെ. അതായത് 2.67% ആയിരുന്നു ഒക്ടോബർ വരെയുള്ള ക്വാർട്ടറിൽ അവരുടെ കയ്യിലുള്ള ഹോൾഡിംഗ്സ്. അത് ഡിസംബറിലേക്ക് വന്നപ്പോൾ 5.40 ആക്കി, അത് നേരെ ഇരട്ടിയാക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആരുടെ നിന്നാണ് അത് പോയത്? റീറ്റെയിലേഴ്സ് ഹോൾഡ് ചെയ്ത പോർഷനാണ് അവർ മ്യൂച്വൽ ഫണ്ടിലേക്ക് പോയത്. അപ്പോൾ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള സൈൻ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട് റീറ്റെയിലേഴ്സിന്റെ കുറഞ്ഞ് മ്യൂച്വൽ ഫണ്ട് ആഡ് ചെയ്തത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇത്രയും മ്യൂച്വൽ ഫണ്ടുകൾ, ടോപ്പ് 5 മ്യൂച്വൽ ഫണ്ടുകളാണ് ഈ ഒരു ഫണ്ടിനെ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫണ്ടുകളുടെ വെയിറ്റേജ് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇത്രയും വെയിറ്റേജ് ഈ ഒരു കമ്പനി ഈ ഓരോ ഫണ്ടിലും ഉണ്ട്. ഒരു 1.5% അല്ലെങ്കിൽ 1.3%, 1%, 1.92%, ഇത്രയും പെർസെൻറ്റേജ് വെയിറ്റേജ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു കമ്പനിയെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ഡേറ്റാസ്. ഇവിടെ ഒരു സ്കോർ കാർഡ് ഇവർ തന്നെ തന്നിട്ടുണ്ട്. അവിടെ നമുക്ക് പെർഫോമൻസ് നമുക്ക് ലോ ആണ്, കാരണം നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തെടുത്ത് നിന്ന് മൈനസ് റിട്ടേൺ ആണ് കിടക്കുന്നത്. ബാക്കി 5 ഇയർ CAGR കാണിക്കാനില്ല. 1 ഇയർ ഫോർകാസ്റ്റ് പോസിറ്റീവ് ആണ്. ഓക്കെ, നമ്മൾ വാല്യുവേഷനിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ പ്രൈസ് ടു ഏർണിങ്സ് റേഷ്യോ ഇത് 45 ആണ് നിൽക്കുന്നത്. അപ്പം സെക്ടറിനേക്കാളും കൂടുതൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ വാല്യുവേഷൻ്റെ റേറ്റ് കൊടുക്കാത്തത്. പ്രൈസ് ടു ബുക്ക് വാല്യൂ കുറച്ച് കൂടുതലാണ്, 0 റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്രൈസ് ടു ക്യാഷ് ഫ്ലോയും കൂടുതലാണ്, ചെറിയ രീതിയിലാണ് പോയിന്റ് കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഗ്രോത്ത് ഒരു ആവറേജ് ആണ് ടോട്ടലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ റവന്യൂ ഗ്രോത്ത് ഒരു 13%, അത് ഒട്ടും മോശം എന്നല്ല, അപ്രോക്സിമേറ്റ് ഒരു ആവറേജ് റവന്യൂ ഗ്രോത്ത് ഉള്ളൂ. ക്യാഷ് ഫ്ലോ ഗ്രോത്തും അതുപോലെ തന്നെ 40% ആവറേജ്, അത് മോശമില്ലാത്തൊരു ക്യാഷ് ഫ്ലോ ഗ്രോത്ത് ഉണ്ട്. ഏർണിങ്സ് പെർ ഷെയർ ഗ്രോത്ത് 23%, അതും ഒത്തിരി നല്ല ഒരു ഏർണിങ്സ് പെർ ഷെയറില്ല, കുറച്ചും കൂടെ ബെറ്റർ ആണെങ്കിൽ അത്രയും നല്ലത്. നമുക്ക് പ്രോഫിറ്റബിലിറ്റിയിൽ വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് നല്ലൊരു റാങ്കിങ് ഉണ്ട്. 7.3 സ്കോർ ഇവർ കൊടുത്തിട്ടുണ്ട്. റിട്ടേൺ ഓൺ ഇക്വിറ്റി 45%, അത് നല്ലൊരു റിട്ടേൺ ഓൺ ഇക്വിറ്റിയാണ്. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 8.95, അത് നല്ലൊരു മോശമില്ലാത്തതാണ്. ക്യാഷ് ഫ്ലോ 6.71% മാർജിൻ, അത് നല്ലൊരു പോയിന്റ്സ് തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ബാക്കി എൻട്രി പോയിന്റ് വരുന്ന സമയത്ത് ഒത്തിരി ഓവർ വാല്യൂഡ് ഒന്നുമല്ല സ്റ്റോക്ക്. ഇൻട്രൻസിക് വാല്യൂവിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ തന്നെയാണ് ഇപ്പോൾ കറന്റ് പ്രൈസ്, ട്രേഡിംഗ് പ്രൈസ്. അതുപോലെ തന്നെ ടെക്നിക്കലി ഒത്തിരി ഓവർബോട്ട് സോണിലല്ല, സ്റ്റോക്ക് ഇസ് നോട്ട് ഇൻ ഓവർബോട്ട് സോൺ. അതുപോലെ തന്നെ റെഡ് ഫ്ലാഗ് ബാക്കിയുള്ള 12 മാസത്തിനുള്ളിൽ ഡിഫാൾട്ട് പ്രോബിലിറ്റി ഒന്നും അങ്ങനെ കാണുന്നില്ല. ASM GSM കാറ്റഗറിയിലൊന്നുമല്ല, പ്രൊമോട്ടർ ഒത്തിരി പ്ലഡ്ജ് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സ്റ്റോക്ക് ഒത്തിരി മോശമായിട്ട് തോന്നുന്നില്ല, എങ്കിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. ഇങ്ങനെ ഒരു സെക്ടറിൽ ഇങ്ങനെ ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യണമോ എന്നുള്ളത് ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കേണ്ട തീരുമാനങ്ങളാണ്. അപ്പോൾ ഞാൻ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്നുള്ളൂ. ഇനി ഫ്യൂച്ചർ ആയാലും എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു കമ്പനിയിൽ വരാൻ പോകുന്നത്, എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ് വരുന്നത് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള LGയുടെ വിഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ കണ്ടു IPO ഒക്ടോബറിൽ ലോഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ അത് സക്സസ്ഫുൾ ആയിട്ട് ലോഞ്ച് ചെയ്യാൻ സാധിച്ചു. അവർ റേസ് ചെയ്തു 11,600 കോടി രൂപ അത് വെച്ച്. അതൊരു നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇവരുടെ 3 പില്ലേഴ്സ്, മേക്ക് ഫോർ ഇന്ത്യ, അതുപോലെ മേക്ക് ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ മേക്ക് ഇന്ത്യ ഗ്ലോബൽ എക്സ്പോർട്ട്. അപ്പോൾ ഇങ്ങനെ 3 വിഷൻസിലാണ് ഇവർ മുമ്പോട്ട് പോകുന്നത്. മാസീവ് മാനുഫാക്ചറിങ് എക്സ്പാൻഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. പുതിയൊരു പ്ലാന്റ് ശ്രീ സിറ്റി ആന്ധ്രാപ്രദേശിൽ വരുന്നു. അവിടെ 5,001 കോടി രൂപയാണ് ഇൻവെസ്റ്റ്മെന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഗവൺമെന്റ് തന്നെ, ആന്ധ്രാപ്രദേശിലെ ഗവൺമെന്റ് തന്നെ ഒരുപാട് ഏക്കർ
ലാൻഡൊക്കെ ഇത് കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ 2025 സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ബട്ട് ഇത് ഏകദേശം 2026 ലാസ്റ്റോട് കൂടി ഇത് ചെറിയ രീതിയിൽ ഓപ്പറേഷണൽ ആകും എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഒരു ഫുൾ സ്കെയിലിൽ വരുന്ന സമയത്ത് 2029 ആകാനാണ് ചാൻസ്. ഇവിടെ ഇവിടെ ഫോക്കസിങ് റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, എയർ കണ്ടീഷൻ ആൻഡ് കീ കമ്പോണൻസ് ലൈക്ക് കംപ്രസർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെയും മാനുഫാക്ചറിംഗിലേക്ക് പോകുന്നത്. അപ്പം ദ ഗോൾ ടു ഇൻക്രീസ് ദ ലോക്കൽ വാല്യൂ അഡീഷൻ, അതായത് കറന്റ് 55% വാല്യൂ അഡീഷനിൽ നിന്ന് 70% ബൈ മാനുഫാക്ചറിംഗ് കോംപ്ലക്സ് കമ്പോണൻസ് ലൈക്ക് കമ്പോണൻസ്. ഡൊമസ്റ്റിക്കലി തന്നെ കൂടുതലായിട്ട് പ്രൊഡക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ നോക്കുന്നത്. അപ്പം 55% നിന്ന് 70% കോംപ്ലക്സ് കമ്പോണൻസ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനാണ് അവർ നോക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ മഹാരാഷ്ട്രയിലുള്ള പൂനെയിലുള്ള മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി അത് വീണ്ടും കുറച്ചും കൂടെ റീഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. അതിനുവേണ്ടി മഹാരാഷ്ട്ര ഗവൺമെന്റ് ഒരു ഇൻസെന്റീവ് പാക്കേജും ഇവർക്ക് കൊടുത്തിരുന്നു, 706 കോടി. അത് 15 വർഷമായിട്ടാണ് കൊടുക്കുന്നത്. 2025 തൊട്ട് 2040 വരെ കുറച്ച് ഘട്ടമായിട്ടാണ് അവരുടെ ആ ഒരു മഹാരാഷ്ട്രയിലെ കമ്പനി റീഡെവലപ്മെന്റിന് വേണ്ടി ഗവൺമെന്റ് കൊടുക്കുന്നത്. അപ്പോൾ ഗവൺമെന്റിന്റെ നല്ലൊരു സപ്പോർട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇവരുടെ പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ടാണ്, ഒന്ന് ഹൈ എൻഡ്, രണ്ട് മാസ് മാർക്കറ്റ്. അപ്പം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒന്ന് പ്രീമിയം കസ്റ്റമേഴ്സിനെ പിടിക്കാൻ വേണ്ടി അവർ അപ്ഗ്രേഡ് ബെറ്റർ ടെക്, അവരുടെ പ്രൊഡക്ട്സിൽ അപ്ഗ്രേഡ് ബെറ്റർ ടെക്. രണ്ടാമത്തത് എസെൻഷ്യൽ വോളിയം ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ബേസിക് പ്രൊഡക്ട്സ്, അതായത് ടയർ 2 ആൻഡ് ടയർ 3 സിറ്റീസിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള എസെൻഷ്യൽ ഐറ്റങ്ങൾ വാങ്ങാൻ കേപ്പബിലിറ്റി ഉള്ളവർക്കും അത് കംഫോർട്ടായിട്ട് ചെറിയ പ്രൈസിൽ കൊടുക്കുന്നതാണ് ബേസിക് ടോപ്പ് ലോഡ് വാഷേഴ്സ്, വാഷിംഗ് മെഷീൻസ്, അതുപോലെ തന്നെ ഡയറക്റ്റ് കൂൾ ഫ്രിഡ്ജ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് അവർ ബേസിക് വോളിയം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി വില കുറഞ്ഞ കോമൺ ബേസിക് പ്രൊഡക്ട്സും അവർ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ പ്രീമിയം കസ്റ്റമേഴ്സിനെ പിടിക്കാൻ വേണ്ടി കൂടുതൽ ഫ്യൂച്ചേഴ്സോട് കൂടി പ്രൊഡക്ട്സ് ഇറക്കുന്നുണ്ട്. അഗ്രസീവ് B2B എക്സ്പാൻഷൻ വരുന്നുണ്ട്, ബിസിനസ് ടു ബിസിനസ് പോർട്ട്ഫോളിയോ എക്സ്പാൻഷൻ വരുന്നുണ്ട്. HVAC കൂളിംഗ് സിസ്റ്റം, അതായത് സിസ്റ്റം എയർ കണ്ടീഷനിങ്, സാക് ഫോർ ഓഫീസ് ആൻഡ് ലാർജ് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്സ്. LG is also entering a data center cooling market. അപ്പം ഡേറ്റാ സെന്റർ കൂളിംഗ്, അങ്ങനെ ഒരുപാട് AI ബേസ്ഡ് കൂളിംഗ് സിസ്റ്റം, ഒരുപാട് കാര്യങ്ങൾ പുതിയ ടെക് ബേസ്ഡ് കൂളിംഗ് സിസ്റ്റത്തിലേക്ക് അവർ കിടക്കുന്നു. കൊമേഴ്ഷ്യൽ ഡിസ്പ്ലേ എക്സ്പാൻഡിംഗ് മാർക്കറ്റ് ഷെയർ ഈസ് ഡിജിറ്റൽ സിഗ്നേജ് ആൻഡ് ഹോട്ടൽ TVs ആൻഡ് മെഡിക്കൽ മോണിറ്റേഴ്സ്. അതായത് കൊമേഴ്ഷ്യൽ ഡിസ്പ്ലേസിന് വേണ്ടി അവർ കൂടുതലായിട്ട് ആ ഒരു മാർക്കറ്റിലേക്കും എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് ഇവരുടെ കമ്പനീനെ. അതുപോലെ തന്നെ ഇവർ എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ B2B ഈസ് എക്സ്പെക്റ്റഡ് ടു ഗ്രോ സിഗ്നിഫിക്കന്റ്ലി ഫാസ്റ്റർ. അതായത് കൺസ്യൂമർ സെഗ്മെന്റിനേക്കാളും കൂടുതലായിട്ട് B2B എക്സ്പാൻഷനിലൂടെ അവർക്ക് കൂടുതൽ ഗ്രോ ചെയ്യാൻ സാധിക്കും. റവന്യൂല് ഒരു 20-30% ലോങ് ടൈമിൽ ഈ ഒരു സെഗ്മെന്റിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് അവർ അതിനെ ടാർഗറ്റ് ചെയ്യുന്നത് B2B എക്സ്പാൻഷൻ. അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ ഇവിടെ വരുന്ന സമയത്ത് ഇവർ ഒരുപാട് ഗ്ലോബൽ R&D ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ജസ്റ്റ് ഒരു ഫാക്ടറി മാത്രമല്ല, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു 1000 കോടി രൂപ ഗ്ലോബൽ R&D സെന്റർ ഇൻ നോയിഡ അത് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി അത്രയും എമൗണ്ട് അവർ മാറ്റി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ടാലൻസ്, അതുപോലെ 1000 എഞ്ചിനീയേഴ്സിനെ 2027 ആകുമ്പോഴത്തേനും അവർ പ്ലാൻ ചെയ്യുന്നു ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഗ്ലോബൽ ടെക്നോളജീസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് IoT, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആൻഡ് സോഫ്റ്റ്വെയർ ഫോർ സ്മാർട്ട് അപ്ലയൻസ്. ഇതൊക്കെ ഈ ഒരു ഏരിയയിലൊക്കെയാണ് അവർ ആ ഒരു R&D സെന്ററിൽ നിന്ന് പുതിയ റിസർച്ചിലൂടെ, പുതിയ ഡെവലപ്മെന്റിലൂടെ പുതിയ ടെക് പ്രൊഡക്ട്സ് ഇറക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. മേക്ക് ഇന്ത്യ ഗ്ലോബൽ, അവർ എക്സ്പോർട്ടിൽ നല്ല രീതിയിൽ നമ്മൾ ആദ്യമേ തന്നെ പില്ലേഴ്സ് പറഞ്ഞു, അതിൻ്റെ അകത്ത് മേക്ക് ഇന്ത്യ ഗ്ലോബൽ, അതായത് ഒരു എക്സ്പോർട്ടറായിട്ട് മേജർ ഒരു എക്സ്പോർട്ടറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്യുന്നു. മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി അവർ കൂട്ടുന്നു. ഗ്ലോബൽ ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് ആൻഡ് പാർട്സ് ഓഫ് ഏഷ്യ. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. കറന്റ് സ്റ്റാറ്റസ് എക്സ്പോർട്ടേഷൻ 6-7% ഓഫ് റവന്യൂ ആണ് ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എക്സ്പോർട്ടിൽ നിന്ന്. അപ്പോൾ ഇത് വീണ്ടും ഫ്യൂച്ചറിൽ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കമ്പനിയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ ഡൗട്ട്സ് ഉണ്ട് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഒക്കെ ആണെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അവിടെ വന്ന് മെസ്സേജ് അയക്കുക. അവിടെ ഡയറക്റ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.